ഹായ്, ഞാൻ ഷിഫാന ഷഫാസ്. ഇത് നമ്മുടെ ചാനൽ ഫിഷിംഗ് ട്രാവൽസിൻ്റെ പുതിരിക്കിലും വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിത് അൾട്രാലൈറ്റ് കുറച്ച് സെറ്റപ്പും ആയിട്ട് ഇന്ന് മീനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കിട്ടുക ഊട്ടിയില്ലെങ്കിൽ ചട്ടി. അപ്പോൾ അതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റോഡിലും റീലിലും ബ്രൈഡും ഒക്കെ ആയിട്ടൊക്കെ ബ്രാവോൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വരാൽ ഇതിൽ പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം കേട്ടോ. സ്ട്രൈക്കായിരുന്നു കേട്ടോ, രണ്ടാണോ വന്നത് ഇവിടെ ചേർന്നുണ്ടായിരുന്നു. പാലാങ്കണ്ണിലത് അവിടെ നിന്ന് കിട്ടിയ സ്ട്രൈക്ക് പിന്നെ എടുത്തില്ല, ഒക്കെ വൺ ടൈം സ്ട്രൈക്കാണ്. അപ്പുറത്ത് മീനുണ്ടായിരുന്നു. അയ്യോ അയ്യോ ഉണ്ടല്ലോ ഓട്ടെ. സ്ട്രൈക്ക് ഒരു മിനിറ്റ് പുള്ളിൻ്റെ ഇടയിൽ നിന്ന് മാറ്റട്ടെ. ഒമ്പ സൈസ് സാധനമാണോ ഒന്നിട്ടാ. ചേട്ടാ
സ്ഥലം പോലെ. അതും കയറിയ റോഡ് കണ്ട ഏതാന്ന് നമ്മുടെ ബ്രാവോൻ്റെ ലെവേനിൽ അൾട്രാലൈറ്റും ഇതാക്കിയതാണ്. അയ്യോ നൈസ് നൈസ്. നിക്ക് നിക്ക്. ഇതൊന്നും മീനെ കാണു ചേട്ടൻ. റോബിൻ ചേട്ടൻ വേഗം വന്ന് കാണാനുള്ള യോഗമെങ്കിലും ഉണ്ടെങ്കിൽ വാ. അമ്പോ നല്ല വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട്. അപ്പൊ അതെ ഇതണ്ട നമ്മുടെ ബ്രാവോൻ്റെ ലെവേനയിൽ കയറ്റിയതാണ്. ബ്രാവോൻ്റെ തന്നെ ഫ്രോഗാണ്, ബ്രാവോൻ്റെ തന്നെ ബ്രൈഡാണ്. അപ്പോൾ ഇതേ ഇന്ന് ഫുള്ള് ബ്രാവോൻ്റെ മയം. ഇതണ്ട സൈസ് വരാല് നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്ത് കൂടെ മറക്കല്ലേ കേട്ടോ. നമ്മൾ ഈ മീനെ ഈ ചണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കയറ്റാൻ ഇച്ചിരി റിസ്ക് ആയിരുന്നുള്ള പറയണം. നമ്മൾ അൾട്രാലൈറ്റിൻ്റെ 10LB ബ്രൈഡും ഈ റോഡൊക്കെ വെച്ചിട്ട് പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇതാ ആ അവസ്ഥയാവും. അപ്പോൾ ഇതില്ലാണ്ട് നമ്മൾ ഈ പുല്ലിൻ്റെ ഇടയിൽ നിന്നായിരുന്നു എടുത്തത്. സംഭവം പുല്ലിൻ്റെ ഇടയിൽ നിന്ന് കയറ്റുന്ന കണ്ടപ്പം ഇതിവിടെ കണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വേസ്റ്റാണ് കേട്ടോ. അതായത് വേസ്റ്റ് നോക്കുക, വേറെ വരാലിനെ എന്തോ തിന്നിട്ട് ഇട്ടാൽ അതിൻ്റെ വേസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് വേറെ മീനുകളെ അടിച്ചിട്ടുണ്ട് ഇവിടെ, ഏതൊക്കെയോ മീനുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ അതിനെ കയറ്റിയത്. അത് പള്ളത്തി മീനല്ലേ അത്. അപ്പോൾ ഇത് പള്ളത്തിനെയൊക്കെ തിന്നിട്ടിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തായാലും ഇത് ഫുള്ള് ചണ്ടിക്കൂട്ടങ്ങളാണ്, ഇതിൻ്റെ ഇടയിലാണ് മീനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഇത് ആക്ടിവിറ്റി ഞാൻ കണ്ടത് ഇതേ ഇതിൻ്റെ ഇടയിൽ നിന്നായിരുന്നു കേട്ടോ. നേരത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പടാലെന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ട്, ആണോ പടാന്ന് പറഞ്ഞ സൗണ്ട് കേട്ട് പിന്നെ അവിടെ നിന്ന് വേഗം എടുത്ത് തിരക്ക് പിടിച്ച് ഇവിടെ നിറഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ശരിക്കും അടിച്ചില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഇച്ചിരി മുന്നോട്ട് വന്നതും പുള്ളിക്കാരൻ എടുത്തതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ എന്തായാലും ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തതാണ് നമുക്കിതിൽ വരാൽ പിടിക്കാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്തതിൽ സക്സസ് ആണ്, കുഴപ്പമില്ല. പക്ഷെ വല്ല ചേരാൻ എങ്ങനെ ആയിരുന്നെങ്കിലും റോഡിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ലൈറ്റ് ഗെയിം, അതായത് ഓവർ ഇതല്ല, എന്നാലും ചെറിയ ഇതായിട്ടുള്ള രീതിക്ക് അത് സ്വന്തം ഉത്തരവാദിത്വമാണ്. അത് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ആരും ചേരാനെടുക്കാനും വരാലടിക്കാനും പോയിട്ട് അയ്യോ ആ റോഡ് മേടിച്ച് അത് പൊളിഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട് പരാതിയായിട്ട് വരരുത് കേട്ടോ. എനിക്ക് നോക്കുമ്പോൾ ഇപ്പം കിട്ടുന്ന അതായത് ഒരു 1.5 കിലോൻ്റെ ഒക്കെ സൈസുള്ള വരാലൊക്കെ പിടിക്കാനായിട്ട് എനിക്കിതിൽ കംഫർട്ടാണ്. പിന്നെ നമുക്ക് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും എത്ര ലോങ് കാസ്റ്റ് വേണമെങ്കിലും ഈ 10LBയിൽ ഇത് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്നതും ഏകദേശം 10 ഗ്രാമിൻ്റെ മാത്രം താഴെയുള്ളൊരു ഫ്രോഗാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു കോംബോ തന്നെയാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മളിതേ ഇതും ബ്രാവോൻ്റെ തന്നെയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം കാണിച്ചു തരാനുള്ള കാരണം എന്താണെന്നറിയോ? ഇപ്പം കാണിച്ചു തരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ സംഗതി മനസ്സിലായ മുങ്ങിപ്പോകില്ല ഗൈസ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പം ബ്രാവോൻ്റെ ഈ ഗ്രിപ്പറിന് ഞാൻ കാണുന്നൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും വെയ്റ്റ്ലെസ് ആണ്, അധികം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് തോട്ടിലോ കുളത്തിലോ എവിടെയെങ്കിലും പോയാൽ പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മിസ്സാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഫൈറ്റും കഴിഞ്ഞ് നല്ലപോലെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അടുത്ത മീനെ കൂടി നമുക്ക് എന്തായാലും ടാർഗറ്റ് ചെയ്ത് പിടിക്കാം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് എടുത്ത് അടിക്കണം. നല്ല രസമായിരിക്കും. ഓ കിട്ടിയില്ല അശ്ശോ. ഇല്ല അവിടെ മീനുണ്ട് കേട്ടാ, പക്ഷെ മൊത്തം ചിറ്റി. നല്ല രീതിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റണ്ണൗട്ടായാലും അങ്ങനെ ഉണ്ടാവും. ഇതാണ് അവസ്ഥ. ഇത് എൻ്റെ മിസ്റ്റേക്കാണ്, മര്യാദയ്ക്ക് ശ്രദ്ധിക്കാണ്ട് കാസ്റ്റ് ചെയ്തിട്ട് വന്ന മിസ്റ്റേക്കാണ്. സോ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനില്ല. പിന്നെ ഇത്രയും ബ്രൈഡ് കളയണ്ടേ, ആ ഒരു വിഷമത്തിൽ ഞാൻ എത്ര വെയിൽ കൊണ്ടിട്ടാണെങ്കിലും സഹിച്ചിട്ട് ഞാനിത് കെട്ടഴിക്കും. പിന്നെ ഇതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ, ഈ കെട്ട് കൂടിയ ബ്രൈഡിൽ കെട്ടഴിക്കലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹോബിയാണ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്.
അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ ഇരുന്ന് നട്ടാപ്പൂര് വെയിലത്ത് നട്ടം തിരിഞ്ഞ് നിന്നിട്ട് കെട്ടൊക്കെ അയച്ച് സെറ്റാക്കാം കേട്ടോ. നൈസ് വീഡിയോ എടുക്കുക. മീനുണ്ടാ? ഉണ്ടല്ലോ അല്ലേ? ആണ്ടി അടിപൊളി. അപ്പോൾ റോബിൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ട് പറഞ്ഞല്ല, പുള്ളിയുടെ 3ാമത്തെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എന്തൊക്കെയായിരുന്നു, എന്നെ വീഡിയോയിൽ എടുക്കണ്ട. എന്നാലും നൈസായില്ലേ? റോബിൻ ചേട്ടൻ ഇന്നത്തെ 3ാമത്തെ മീനാണ് കേട്ടോ. നിക്ക് റോബിൻ ചേട്ടാ, അത് പോവും. മിനിറ്റ്. പിന്നെ ഇച്ചിരി അട്ടകടൊക്കെ കൊള്ളേണ്ടി വരുവേ. അല്ല നമ്മളോട് ശരി, അത് തോട്ടപ്പുഴമാണ്. അപ്പോൾ അതെ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ചാൽ 2 മീനിൻ്റെ വീഡിയോ ഉണ്ട്, ബാക്കി 2 ഇല്ല. അപ്പോൾ എന്തായാലും ഇന്ന് കിട്ടിയൊക്കെ നല്ല സൈസുള്ള, അത്യാവശ്യം സൈസുള്ള മീനുകൾ തന്നെയാണ് കേട്ടോ. ഉഷാർ. റോബിൻ ചേട്ടാ, എന്നാലും ഞാൻ പിടിച്ച മീനിന്റെ അത്ര വലിപ്പമൊന്നും വന്നിട്ടില്ല. 3 ചേർത്തപ്പോൾ എൻ്റെ ഒരെണ്ണാന്നാണ് പുള്ളിക്കാരൻ പറയണത്. നല്ല നട്ടാപ്പൂരും വെയിലത്ത് നട്ടം തിരിഞ്ഞ് നിന്ന് മീനെ പിടിച്ചതേ നമുക്ക് ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. വെള്ളം കുടിക്കാത്തരം ഭയങ്കര വെള്ളദാഹമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീട്ടിൽ പോയി തീർക്കുന്നത് നമ്മുടെ വെള്ളച്ചോറും നമ്മുടെ തന്നെ മീനച്ചാറും കൂട്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.